പക്ഷെ അച്ഛൻ അങ്ങനെ എപ്പോഴും വയ്ക്കുന്ന ആളല്ല. പക്ഷെ അച്ഛൻ ചെയ്യുന്ന ചില ജസ്റ്റേഴ്സ് ഉണ്ട്. ചില സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വയ്ക്കും. ചില ഇതുണ്ട്. അഭിനയം മുഖത്തല്ല വരേണ്ടത്, മനസ്സിലാണ്. മനസ്സിൽ വന്നാൽ മുഖത്ത് വരും. മനസ്സിൽ വന്നിട്ട് മുഖത്ത് വരുന്നതാണ് കറക്റ്റ് ആകുന്നത്. ശരിക്കും 500 എന്ന ക്യാരക്ടർ ഭയങ്കര രസമുള്ള ക്യാരക്ടറായിരുന്നു. അച്ഛൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമല്ല, ആ ക്യാരക്ടറിന് ഭയങ്കര ഡെപ്ത് ആയിരുന്നു. നല്ല ക്യാരക്ടർ. സിദ്ദിഖ് ലാലിന്റെ എന്താ വെച്ചാൽ മാസ് പടങ്ങളിൽ ഭാഗമായിരുന്നു അത്. ആ ക്യാരക്ടർ വളരെ 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 വ്യത്യസ്തമായ ക്യാരക്ടർ. അത് അച്ഛനെ അഭിനയിക്കുമ്പോൾ അത് എനിക്ക് കുറച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ അഭിനയിക്കാൻ വരുന്നതിൻ്റെ സാധ്യതകൾ തേടുന്ന സമയത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നതും ഇല്ല നിങ്ങൾ പോയി സംസാരിക്കുമെന്നൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ ക്യാരക്ടർ അഭിനയിച്ച് കഴിഞ്ഞു വന്നപ്പോൾ നാടകത്തിൽ നമ്മൾ അച്ഛനെ കണ്ടിട്ടുണ്ട്. പക്ഷേ സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് സക്സസ്ഫുൾ ആയിട്ടൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ ഹൃദയത്തിലേക്കാണ്. അപ്പം എൻ്റെ അപ്പൂപ്പൻ വരെ അതൊക്കെ കണ്ടിട്ട് ഭയങ്കര ആവേശത്തിലൊക്കെ സംസാരിക്കുന്നത് എനിക്കിന്നും ഓർമ്മയുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് വിജയരാഘവൻ എന്ന് പറയുന്ന ഒരു ആക്ടർ വിലയിരുത്തിയില്ല, എങ്ങനെയായിരിക്കും വിലയിരുത്തുന്നത്? അത് ഒന്നാമത് ക്യാരക്ടർ ഗംഭീര ക്യാരക്ടറാണ്. അച്ഛനത് ഗംഭീരമായിട്ട് പറയേണ്ട കാര്യം. പക്ഷെ പലരും ധരിക്കുന്നുണ്ട് അച്ഛൻ അങ്ങനെയാണ് ഒരാളാന്ന്, അങ്ങനത്തെ ഒരാളാണ് പുള്ളി. അങ്ങനെ ഒരാളേ അല്ല. അത് ചെയ്യുമ്പോഴാണ് എനിക്കതിന്റെ ബാക്കിയുള്ളവരെക്കാളും കൂടുതൽ മനസ്സിലാവുന്നത്. അപ്പൊ എങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക് വന്നത് എന്നൊക്കെ എനിക്ക് അപ്പൊ ഇന്നലെ എന്നോട് ആരോ ചോദിച്ചു, ഞാൻ ഏതോ സിനിമയില് ഇങ്ങനെ വെച്ചു, ഏതോ ഒരു സിനിമയില് അത് അച്ഛനെ അനുകരിച്ചാണോ. ഞാൻ പറഞ്ഞു തീർച്ചയായും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മകനായതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അത് മനഃപൂർവ്വം അങ്ങനെ ജസ്റ്റേഴ്സ് ഒക്കെ നമുക്ക് വരാം. ഞാൻ കഴിയുന്നതും വരാതെ നോക്കാറുണ്ട്. പക്ഷെ എങ്കിലും വരാം. പിന്നെ വളരെ സ്വാഭാവികമായിട്ട് വരുന്ന സംഭവം. പക്ഷെ അച്ഛൻ അങ്ങനെ എപ്പോഴും വയ്ക്കുന്ന ആളല്ല. പക്ഷെ അച്ഛൻ ചെയ്യുന്ന ചില ജസ്റ്റേഴ്സ് ഉണ്ട്. ചില സമയത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വയ്ക്കും. ചില ഇതുണ്ട്. പിന്നെ ഇരുന്നിട്ട് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഈ വിരലുകൾ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ അതൊന്നും ആ സിനിമയിലില്ല. പക്ഷെ അത് ക്യാരക്ടർ വൈസ് അച്ഛനെ ക്യാരക്ടർ അങ്ങനെ ആകത്തോണ്ട് ചെയ്യുന്ന. പിന്നെ ഈ ഡയലോഗ് പ്രസന്റേഷൻ അന്ന് ലങ്സ് ഫൈബറസ് ആയിട്ട് ശ്വാസ തടസ്സം ഉണ്ടായിരുന്നു. മരിക്കാൻ കാരണം ലങ് ഫൈബറസ് ആയ അസുഖമായിരുന്നു. അത് വളരെ ഗ്രാജുവൽ ആയിട്ട് അച്ഛന് വന്നുകൊണ്ടിരുന്നത്. കുറേശ്ശെ ഫൈബറസ് ആയതായിരുന്നു. ആ സമയത്തൊക്കെ ഇന്നസെന്റിനെ അടിക്കുന്ന സീനിലൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ ഭയങ്കര ക്ഷീണിച്ചു. അച്ഛനെ പിടിച്ചു എല്ലാവരും കൂടി ഇരുത്തുകയായിരുന്നു. അതിന് ഇന്നസെന്റ് എന്നോട് പറഞ്ഞു, എടാ നിന്റെ അച്ഛൻ എനിക്കിത് അടിച്ചാറ്റിയൊക്കെ നല്ല ഒന്നാം തരം അടിയാ. പുറത്ത് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, പാഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നീ വേദനിച്ചിട്ടോ. ഞാൻ പൊളയ അവിടെ കന്നു. അപ്പൊ അത് കഴിഞ്ഞ് കട്ട് പറഞ്ഞിട്ട് എല്ലാരും കൂടെ എന്നെ അടിച്ച ആളെ പിടിച്ച് കസേര കൊണ്ടിരുന്നു. എന്നെ നോക്കാൻ ആരും ഇല്ലെന്ന്. പക്ഷെ അച്ഛനൊരു ഈ പറഞ്ഞ ഭയങ്കര ഇൻവോൾവ്മെന്റാ. നാടകത്തിൽ നിന്ന് കിട്ടുന്ന അനുഭവം ഉണ്ടല്ലോ, വലിയ അസുഖമെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ നാടകം മാറ്റിവെക്കുകയില്ല. ഇന്ന് വരെയും അച്ഛൻ 10-35 വർഷത്തോളം ഫുൾ ടൈം നാടകമായിരുന്നല്ലോ. 365 ദിവസവും നാടകം കളിച്ചത് വർഷങ്ങളുണ്ട്. ഒരു ദിവസം പോലും നാടകം മാറ്റി വെച്ചിട്ടില്ല അച്ഛൻ അസുഖം കാരണം. പക്ഷെ ബാക്കി പല ആൾക്കാരും അസുഖം വന്ന് കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്.